ഹായ് ഹലോ ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. നല്ല അടിപൊളി ഒരു കിടിലം മുട്ടക്കറി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കുത്തി അരിഞ്ഞ സബോള ഇടാം കേട്ടോ. സബോള ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 3 ആൾക്ക് കഴിക്കാനുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു സബോളയാണ് എടുത്തിട്ടുള്ളൂ. അത്രയും തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഒരുപാട് സബോള ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഇത്ര തന്നെ ധാരാളമാണ്. നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റണം കേട്ടോ. മുട്ടക്കറി നമുക്ക് പല ടൈപ്പിലും വെക്കാമല്ലേ. ഞാനും പല രീതിയിലും വെക്കാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇങ്ങനൊരു സ്റ്റൈലിലാണ് വെക്കണത്. ഇഷ്ടപ്പെട്ടവർ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഇപ്പം ഞാനിട്ടത് 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ഇടിച്ച് ചതച്ചിട്ടാണ്, ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ച് ഇടിച്ച് ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട്. 3 പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് വേപ്പില. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. കറിവേപ്പിലയുടെ ആ ഒരു മണവും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. തക്കാളി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് തന്നെ ചെറിയ തീയിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാതെ തക്കാളി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് തന്നെ എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ പണി തീർക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ട് വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ശ്രദ്ധിച്ചാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് അതുപോലത്തെ ഒരു കറിയാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമ വേണ്ട ഒരു കാര്യമാണല്ലേ. പ്രത്യേകിച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യൂലേ. അവരത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സാധാരണ ഒരു വീട്ടമ്മമാർക്ക് ഭയങ്കര അഭിമാനമാണല്ലോ അതൊക്കെ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരാളാണ്. അപ്പോൾ ആരെങ്കിലും കഴിച്ച് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാം. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലയിൽ തന്നെ ഞാൻ പെരുംജീരകം കൂട്ടി പൊടിച്ചതുകൊണ്ട് അത് സെപ്പറേറ്റ് ഇടുന്നില്ല. പെരുംജീരകം കൂട്ടി പൊടിക്കാത്തവരാണെങ്കിൽ അതൊരു 1/2 സ്പൂൺ സെപ്പറേറ്റ് ഇട്ടോളൂ കേട്ടോ. അത് 3 4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എല്ലാം കൂടി നന്നായി കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം നന്നായി മൂത്ത പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. അതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ മല്ലി ഇട്ടിട്ടില്ല. മല്ലി ഇടാനേ പാടില്ല. മല്ലി ഇട്ടതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൽ ഞാൻ ഒരു ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ പൊടിയുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പോരാത്തതുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷമാണ് നമ്മുടെ മെയിൻ താരം കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടാണ് കേട്ടോ ആഡ് ചെയ്യണത്. മുട്ട പുഴുങ്ങിയിട്ടല്ല ആഡ് ചെയ്യണത്, പൊട്ടിച്ചൊഴിച്ചിട്ട് ആ ഉണ്ണി പൊട്ടാതെ കലങ്ങാതെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഉണ്ണി കലങ്ങി പോയി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് അത്ര രസം ഉണ്ടാവില്ല, കറി ആകെ തിക്കായി പോവും. അപ്പോൾ നമ്മളത് ഇട്ടിട്ട് ഒഴിച്ചതിൻ്റെ ശേഷം ഇളക്കാതെ അങ്ങനെ വെക്കുക കേട്ടോ. ഒരു മൂടി എടുത്തിട്ട് മൂടി വെച്ചിട്ട് തീ ചെറുതാക്കിയിട്ട് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ്, കോഴിമുട്ട വേവാൻ എത്ര നേരം വേണമെന്നുള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത്രയും ടൈമൊന്ന് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചാൽ മൂടി തുറന്നതിന് ശേഷം കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമല്ലേ. ഇതിലും രസമുണ്ട് കേട്ടോ കഴിക്കാൻ. അത് ഓരോന്ന് ആ ഉണ്ണി ഇനി അത് ഉടയില്ല കേട്ടോ, അത് വെന്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആ ചട്ടകം വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കണത് ആ ഉണ്ണി ആ ഭാഗവും കൂടി ഒന്ന് വെന്തോട്ട് വെച്ചിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കട്ടിയുള്ള തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അരമുറി തികച്ചെടുത്തിട്ടില്ല. മിക്സിയിൽ ഇട്ടിട്ട് ഒരൊറ്റ പാല്, 2-ാം പാലും 1-ാം പാല് അങ്ങനെ ഒന്നുമില്ല, ഒരൊറ്റ പാല് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ. അത് നന്നായിട്ട് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് വല്ലാതെ കുത്തി ഇളക്കി യോജിപ്പിക്കാതെ ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കലങ്ങി പോവാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കാം, എന്താണ് അതിൽ കുറവുള്ളതെന്നൊക്കെ നോക്കാം കേട്ടോ. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നോക്കിയപ്പോൾ കുറവൊന്നുമില്ല, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം കറക്റ്റാണ്. എരിവാണെങ്കിലും എല്ലാം കറക്റ്റാണ് കേട്ടോ. തക്കാളിയുടെ ഒരു പുളിയും
ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ, ഭംഗി പോലെ തന്നെ കേട്ടോ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കോമ്പിനേഷൻ ആക്കിയിട്ട് എടുക്കുന്നത് പുട്ടാണ്. എത്ര പേർക്ക് പുട്ടും മുട്ടക്കറി ഇഷ്ടമുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു കോമ്പിനേഷൻ. ഒരുപാട് ആൾക്കാർക്ക് കടല പുട്ടൊക്കെയാണ് ഇഷ്ടം, അതേപോലെ തന്നെ ചെറുപയർ പുട്ട്, അങ്ങനെയൊക്കെ പഴം പുട്ട്. എനിക്ക് അതിനെക്കാട്ടൊക്കെ ഇഷ്ടം പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ എത്ര പേരുണ്ടെങ്കിൽ പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. നല്ല അടിപൊളി ഒരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്ലാക്ക് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്, പുട്ടും പപ്പടവും നമ്മുടെ ടേസ്റ്റി മുട്ടക്കറിയും തലേ ദിവസത്തെ മത്തി മുളക് ഇട്ടതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ പോരെ രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലും കൂടുതൽ എന്താ വേണ്ടില്ലേ? ഇതിൽ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനായിട്ട് കഴിക്കാം കേട്ടോ. പുട്ടും പപ്പടവും കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, പുട്ടും മീൻകറിയും കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, പുട്ടും മുട്ടക്കറിയും കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. ഞാൻ എന്തായാലും പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ചൂട് ചായയും പുട്ടും മുട്ടക്കറിയും ഒക്കെ കൂടിയിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഈ ഒരു ചെറിയ തുടക്കത്തിന് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.